ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ജിപ്സി. നമ്മൾ ഈ പുലർച്ചെ 4 മണിക്ക് തന്നെ പോകുന്നത് ഒരു അഡ്വർടൈസ്മെൻറ്റ് ഷൂട്ടിനാണ്. നമ്മൾ എറണാകുളത്തു നിന്നാണ് ഈ വണ്ടിയിൽ കയറിയിരിക്കുന്നത്. ഈ വണ്ടി നിറച്ചും മോഡൽസാണ് ഗൈസ്. നമ്മൾ പോകുന്ന വഴിക്ക് മൂവാറ്റുപുഴയിൽ ഇറങ്ങി അവിടുന്ന് ആൾക്കാരോട് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ള വഴി ചോദിച്ചാണ് പോകുന്നത്. ഈ പൈനാപ്പിൾ കൃഷി കാണുമ്പോഴേ നമുക്ക് സ്ഥലം മനസ്സിലാവും, വാഴക്കുളം. അപ്പോൾ നമ്മൾ വാഴക്കുളം എത്തിയിരിക്കുകയാണ്. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്, പുലർച്ചെ ഇറങ്ങിയതല്ലേ. അങ്ങനെ ഞങ്ങൾ മൂലമറ്റം എത്തിയിരിക്കുകയാണ്. ഏകദേശം ഒരു 2-2.5 മണിക്കൂർ എത്തിയിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ ഡയറക്ടർ. അവിടെ എത്തി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അധികം സമയം വൈകിയില്ല. ഇതാണ് മൂലമറ്റം അക്വാ സെൻറ്റർ. ഇവിടെയാണ് നമ്മുടെ കോസ്റ്റ്യൂമിനുള്ള സൗകര്യങ്ങളും മേക്കപ്പിനുള്ള സൗകര്യങ്ങളും ഫ്രഷ് ആവാനൊക്കെ ആയിട്ട് എടുത്തിരിക്കുന്നത്. നമ്മുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും മേക്കപ്പ് ചെയ്യാണല്ലോ. ഏകദേശം 20ഓളം മോഡൽസ് ഉണ്ട്. അവരെയൊക്കെ മേക്കപ്പ് ചെയ്ത് വന്നപ്പോഴേക്കും 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് വണ്ടിയിൽ കയറി. ഇവിടുന്ന് നമുക്ക് പോകേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഉളുപ്പുണ്ണി ടോപ്പ് സ്റ്റേഷനിലേക്കാണ്. കേരളത്തിലെ ഏറ്റവും മികച്ചതും അധികം പരിവേഷണം ചെയ്യാത്തതുമായ ഒരു ഓഫ് റോഡ് റൂട്ടുകളിലൊന്നാണ് ഉളുപ്പുണ്ണി. വാഗമണിൽ നിന്നും പുളിക്കാനം റൂട്ടിലേക്ക് ഏകദേശം 10 കിലോമീറ്റർ അകലെയാണ് ഉളുപ്പുണ്ണി സ്ഥിതി ചെയ്യുന്നത്. കോട്ടയത്തിനും ഇടുക്കിക്കും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ട്രക്കിംഗ് നടത്തുന്നവർക്ക് അവരുടെ പ്രിയപ്പെട്ട വിനോദം ആസ്വദിക്കുവാൻ അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്താൻ ഇവിടെയാകും. ഇടുക്കിയിൽ ഇത് ട്രക്കർമാരുടെ പറുദീസ എന്നറിയപ്പെടുന്നതിൽ ഒരു അതിശയവുമില്ല. ടോപ്പിലെത്തിയപ്പോഴേക്കും ഞങ്ങൾ കാണുന്നത് ആദ്യമേ വന്ന ആൾക്കാർ അവിടെ ഡാൻസും പാട്ടും പ്രാക്ടീസിങ് ആണ്. ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാലാവസ്ഥയാണ് അവിടെ. പെട്ടെന്ന് മഞ്ഞ് കയറുന്നു, മഴ വരുന്നു, മഴ മാറുന്നു, വെയിലടിക്കുന്നു. അപ്പം ബുദ്ധിമുട്ട് ചെറിയ രീതിയിൽ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ. നമ്മുടെ ലഞ്ചും കൊണ്ട് വരുന്ന വരവാണ് ആ ജീപ്പിൽ. ഞങ്ങളോട് ഒരു 2 ഷോട്ട് എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് പിന്നെ റെസ്റ്റാണ്. ആദ്യം കുറച്ച് ഫ്രൂട്ട് സലാഡ് കഴിച്ചു. അതിനുശേഷം നമ്മൾ ചോറ് കഴിച്ചു. പ്രൊഡക്ഷൻ ഫുഡ് കഴിച്ചിട്ട് ഏകദേശം 1 മാസത്തിന് മേലെയായി. ഈ ഒരു ആംബിയൻസിൽ ഈ ഒരു വ്യൂവും കണ്ടുകൊണ്ട് പ്രൊഡക്ഷൻ ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് ഒരു രസം തന്നെയായിരുന്നു. ഞങ്ങൾക്കൊരു പിക്നിക് മൂഡായിരുന്നു ആക്ച്വലി. ഒരു ഷൂട്ട് എന്നുള്ളൊരു ഫീലിനപ്പുറം ഒരു പിക്നിക്കാണ് ഫീൽ ചെയ്യുന്നത്. നമ്മൾ അത് കഴിഞ്ഞ പാടെ നമ്മുടെ അടുത്ത ഷോട്ട് വെച്ചിരിക്കുകയാണ്. ആ മലേൻ്റെ അവിടെ നിന്ന് നടന്ന് കൈ പിടിച്ചിങ്ങ് നടന്ന് ഇവിടം വരെ എത്തി. ഡ്രോൺ എവിടെയോ ഉണ്ട്. ഇത്രയും കുന്നു കയറാനുണ്ടായിരുന്നു. എല്ലാവർക്കും നന്ദി ആൻഡ് പാക്ക് അപ്പ്.